ഹായ് ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കൊയിനിപ്പാറ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. കൊയിനിപ്പാറ ഇസ് വൺ ഓഫ് ദ ടോപ്പ് ക്ലാസ് ഡെസ്റ്റിനേഷൻസ് ഇൻ മാമലക്കണ്ടം. മാമലക്കണ്ടം വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കണ്ടിരിക്കണം എന്നാണ് ഞാൻ പറയുള്ളൂ. ബട്ട് ഇവിടേക്ക് എല്ലാ വണ്ടിയും പോവില്ല. ഓൺലി 4x4 ജീപ്സ് ആൻഡ് ബൈക്സ് ഇഫ് യു ആർ ദാറ്റ് എക്സ്പേർട്ട്. ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് 5 ആയി. അപ്പോൾ ഞങ്ങൾ 5 മണിക്കാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഇത് ഞങ്ങളുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് താഴേക്കുള്ള വഴിയാട്ടോ. ഇനിയുള്ള റൂട്ടാണ് കൊയിനിപ്പാറയ്ക്കുള്ളത്. അപ്പോൾ നിങ്ങൾ 4x4 ജീപ്പ് ഓടിക്കും എക്സ്പേർട്ട് ആണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ കം വിത്ത് യുവർ ഓൺ വെഹിക്കിൾ. പക്ഷെ അല്ലാന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗെറ്റ് ജീപ്പ് സർവീസസ്. ലൈക്ക് മിക്ക പോയിൻറ്റ്സിലും ജീപ്പ് സർവീസും അതിൻ്റെ ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. കോസ്റ്റ് ഫിക്സ്ഡ് ആണ്. 2000 റുപ്പീസാണ് കൊയിനിപ്പാറയ്ക്കുള്ള കോസ്റ്റ്. ആൻഡ് ഇറ്റ്സ് ലൈക്ക് 2.5 കിലോമീറ്റേഴ്സ് ട്രാവൽ. 2.5 കിലോമീറ്റേഴ്സേ ഉള്ളൂ എന്ന് പറഞ്ഞാലും ഇറ്റ് ടേക്സ് ലൈക്ക് 1.5 to 2 hours പോയി വരാനായിട്ട്. ഒരു ഡിസ്റ്റൻസ് വരെ സിമെൻറ്റഡ് റൂട്ട്സ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഓഫ് റോഡ് പാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ റൂട്ടൊക്കെ പോയപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ നൈസ് കൊള്ളാം. പക്ഷെ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ആ ഒരു ത്രില്ല് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഫുൾ പാറയിൽ കൂടെയും ഇതുപോലത്തെ മഡ് റോഡ്സിൽ കൂടെയൊക്കെയാണ് വണ്ടി പോകുന്നത്. ആദ്യം വരുന്നില്ല എന്നൊക്കെ വിചാരിച്ചിരുന്ന അമ്മൂമ്മ ആദ്യം റെഡി ആയിട്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ പോകാൻ നേരം. അപ്പോൾ അമ്മൂമ്മയും ആ ഒരു സ്പോർട്ടിങ് സ്പിരിറ്റിലാണ് എടുത്തത്. ബട്ട് ആക്ച്വലി ഈ ജേർണി ഇത്തിരി പാടാണ്. ബിക്കോസ് ഫുൾ ഓഫ് റോഡ് പാച്ച് ആയതുകൊണ്ട് തന്നെ ഭയങ്കര കൊടുക്കായിരിക്കും. ബട്ട് ഇറ്റ്സ് ഗോയിങ് ടു ബി ടോട്ടലി വർത്ത്. ഞങ്ങൾ സാബുചേട്ടൻ്റെ ജീപ്പിലാണ് പോയത്. അപ്പോൾ സാബുചേട്ടൻ നല്ല അടിപൊളി ഡ്രൈവറാണ്. എനിക്ക് 100% ഗ്യാരണ്ടി തരാൻ പറ്റും. നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളും കൂടെയാണ്. അപ്പോൾ നിങ്ങൾ മാമലക്കണ്ടം വരുവാണെങ്കിൽ ഈ ഓഫ് റോഡ് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യണം. ആൻഡ് ഞാൻ സാബുചേട്ടനെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസും താഴെ മെൻഷൻ ചെയ്യാം. ആ നേരെ മുമ്പിൽ കാണുന്ന മലയാണ് ആനമുടി. ഞങ്ങൾ കൊയിനിപ്പാറ എത്തിയിട്ടില്ല കേട്ടോ. ഇവിടെ ജസ്റ്റ് ഒന്ന് നിർത്തി 2 പിക്ചേഴ്സ് എടുക്കാം എന്നോർത്ത് ഇറങ്ങിയതാണ്. ഈ മലയിൽ നിന്ന് നോക്കുമ്പോൾ ഞങ്ങൾ സ്റ്റേ ചെയ്യണ സ്ഥലം വരെ കാണാം. പക്ഷെ അത് എത്രത്തോളം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാമെന്നറിയില്ല. അങ്ങനെ ഇവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് കുറച്ച് പിക്ചേഴ്സും വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞ് ഞങ്ങളിത് ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്.
ആൻഡ് യെസ്, നമ്മൾ കൊയിനിപ്പാറ എത്തി. കൊയിനിപ്പാറ എത്തി. നമുക്ക് വണ്ടി ഒരു ഏരിയ വരെ നിർത്തിയിട്ട് കുറച്ച് താഴത്തേക്ക് നടക്കാം. അവിടെ നിന്ന് കുറച്ചും കൂടെ നല്ല വ്യൂ കിട്ടും. ഈ വ്യൂ പോയിന്റിൽ നിന്ന് കാണുന്ന കുറേ മൗണ്ടൻസിനിടയിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടും അതുപോലെ നമ്മുടെ ഇടമലയാർ ഡാം ആൻഡ് ഓൾസോ നേര്യമംഗലത്തിൻ്റെയൊക്കെ കാച്ച്മെൻറ്റ് ഏരിയാസും നമുക്ക് വിസിബിളാണ് ഇവിടെ. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി ഈ പോയിൻറ്റ്. പക്ഷേ ഇത് കുറച്ച് അണ്ടർ റേറ്റഡ് വ്യൂ പോയിൻ്റ് ആയതുകൊണ്ടൊന്നും അധികം ആർക്കും അറിയില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കറിയാവുന്ന സ്ഥിതിക്ക് ഡു പാസ് ഇറ്റ് ഓൺ ടു അതർ ഫ്രണ്ട്സ് ആസ് വെൽ, ബിക്കോസ് ഐ തിങ്ക് മാമലക്കണ്ടം വരുന്ന ഒരാൾ ഇത് മിസ് ഔട്ട് ചെയ്യരുതെന്ന്. ഇത്രയും വലിയ ചളിയമ്മക്ക് അടിക്കാൻ പറ്റും. കൊയിനിപ്പാറയിൽ പോകാനുള്ള ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ്സ് ആണ്. ബിക്കോസ് ഉച്ച ടൈമിലാകുമ്പോഴേക്കും ഭയങ്കര വെയിലായിരിക്കും. പക്ഷേ ഏർലി മോർണിംഗ് ആൻഡ് ഈവനിങ് പോയാൽ നല്ല വ്യൂ ആണ്. ബിക്കോസ് സണ്ണൊക്കെ സെറ്റായി വരണം ആ ഒരു ടൈമിലൊക്കെ പോയാൽ അടിപൊളി വ്യൂസാണ്. ആൻഡ് യെസ്, നമ്മൾ നമ്മുടെ സ്റ്റേ ചെയ്യുന്ന സ്പോട്ടായ മൺകുടിൽ ഹോം സ്റ്റേയിലേക്ക് തിരിച്ചെത്തി. ഇനി നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഭക്ഷണം ഇവിടെ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. ഹോംലി ഫുഡ് അവൈലബിൾ ആണ് ആൻഡ് വെരി റീസണബിൾ ആൻഡ് വെരി ടേസ്റ്റി. അപ്പോൾ ഞങ്ങൾ ഓഫ് റോഡൊക്കെ കഴിഞ്ഞ് വന്നു. ആൻഡ് ഇപ്പോൾ ഇത് മേലൊക്കെ കഴുകി. തണുത്തുള്ളായിരുന്നു കേട്ടോ, അതുകൊണ്ട് തന്നെ ഭയങ്കര റിഫ്രഷിംഗ് ആയിരുന്നു. ആൻഡ് ഞാൻ ഫുഡും കഴിച്ചു. ഞാനിപ്പോൾ ജസ്റ്റ് പുറത്തേക്ക് നടക്കുമായിരുന്നു. അത് ഫീൽസ് സോ ഗുഡ് ബിക്കോസ് ഐ ഹോപ്പ് യു ക്യാൻ ഹിയർ ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട്. അപ്പോൾ അത് നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ തൊട്ട് ഫ്രണ്ടിലാണ് വെള്ളച്ചാട്ടം. നമുക്ക് ഇവിടുന്ന് കണ്ടുകൂടാ, കുറച്ചും കൂടെ നീങ്ങി കാണാൻ പറ്റും, വെളിച്ചൊന്നുമില്ല. ആൻഡ് ഇറ്റ് ഫീൽസ് സോ ഗുഡ്. ആൻഡ് ചീവീടിൻ്റെ സൗണ്ടും എല്ലാം കൂടെ ഒരു പെർഫെക്റ്റ് നേച്ചർ ഫീലാണ്. അടിപൊളിയാണ് കേട്ടോ അവിടെ. ആൻഡ് ഓൾസോ ഇവിടെ തണുപ്പുണ്ട്. ഞാൻ ഓർത്തു ഇവിടെ ചൂടായിരിക്കുന്നു, ബട്ട് നല്ല പ്ലെസൻറ്റ് ക്ലൈമറ്റ്. ഐ വുഡൻറ്റ് സേ മൂന്നാർ ക്ലൈമറ്റ്, ബട്ട് സ്റ്റിൽ തണുപ്പുണ്ട്. നല്ല പ്ലെസൻറ്റ് ക്ലൈമറ്റ്. ടോട്ടലി ലവിങ് ദിസ്. ഇവിടെ വളരെ കുറവ് പ്രോപ്പർട്ടീസേ ഉള്ളൂ ഈ ഒരു ഏരിയയിലേക്ക്. മറ്റുള്ള ഏരിയസിലേക്ക് കുറച്ചും കൂടെ ഉണ്ട്. അപ്പോൾ പ്രോപ്പർട്ടീസ് കുറവായതുകൊണ്ട് തന്നെ ഇവിടെ ലൈക്ക് ഒരു എന്താ പറയുക, ഒരു ബഹളമോ ഒരു ലൈറ്റ് പോലും ഇല്ല. ലിറ്ററലി നമ്മുടെ മുമ്പിൽ ഇതും ഇവിടെയൊക്കെ മലയാണ്, പക്ഷെ ലൈക്ക് ലിറ്ററലി നോ ബഡി, ലൈക്ക് ഒരു വീടോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇറ്റ്സ് വെരി കാം ഹിയർ. This is Apurva signing off. Stay tuned for more videos like these. Bye bye.